നെയ്ച്ചൂൻ്റെ ഒരുപാടായിട്ടുള്ള സ്നാക്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചോടമ്പരെയായി. അപ്പോൾ ഒരു സൈഡാണെങ്കിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചു ആണെങ്കിൽ റിസ്ക് ഒക്കെ ഉപയോഗിച്ച് ഏതാണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. റസ്ക് പൊടിച്ചത്, ചീര മുളക് പൊടി, ചീര മഞ്ഞപ്പൊടി, 2 മുട്ട, ക്യാരറ്റ്, ഉള്ളി, കരിയാപ്പില, മുളക്, ഉപ്പ്. ഒന്നും അറിയത്തില്ല ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിന്റെ പേരറിയണ്ടല്ലോ, ഉണ്ടാക്കിയാ ഇതെല്ലാം കൂടെ അല്ലല്ലോ ഇതെല്ലാം മിക്സ് ചെയ്യണോ? യെസ്, ഇതെല്ലാം അതിനുള്ളിലേക്ക് ചെയ്യാം. അതിന്റെ ക്യാരറ്റ്, സവാള, കരിയാപ്പില, പച്ചമുളക്. ഇതിപ്പോ റസ്ക് പൊടിയെക്കാളും കൂടുതൽ വെജിറ്റബിൾസ് ആണല്ലോ. ഓക്കെ, മിക്സ് ചെയ്യട്ടെ. കണ്ണെരിയുന്നോ? എഞ്ചുവിനാണെങ്കിൽ സവാള അരിച്ചിട്ടാണ് കണ്ണെരിയുന്നത്. ഞാൻ റെഡിയാക്കണോ? പിന്നെ മുളക് എടുത്തൊന്നും തേക്കത്തില്ല. അതിന്റെ മുളക് പൊടി, മഞ്ഞപ്പൊടി. ഇനി ഇങ്ങനെ വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കി തരുമോ? ഇതോടെ തീർന്ന സവാള വെച്ചുള്ള കളി. നീ ഇതെങ്ങനെ കണ്ടാടി? ഞാൻ യൂട്യൂബിൽ തപ്പി നോക്കി. എന്തായാലും എനിക്ക് വയ്യ ചായ റസ്ക് മുക്കി തിന്നിട്ട്. എഞ്ചു ആണെങ്കിൽ എല്ലാ ദിവസവും നോക്കുമ്പോ റസ്ക്, ചായയുടെ കൂടെ റസ്ക്, അപ്പൊ അത് മുക്കി തിന്ന് മടുത്തു. അപ്പൊ റേഞ്ചു ആണെങ്കിൽ ഇന്ന് ഇരുന്നപ്പോ പകുതി റസ്ക് ആണ് ചായ കുടിച്ച് തീർക്കുന്നത്. ഞാൻ കുടിക്കുന്നില്ല. അതല്ല, ഈ ബാക്കി വന്ന ഈ പൊടി ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഇഷ്ടമല്ല കുടിക്കാനോ. വരുമ്പോ ഞാനപ്പോ തപ്പി നോക്കി റസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോഴേ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടാക്കി കഴിഞ്ഞ് ഓടി വരാം കേട്ടോ. എന്നിട്ട് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് ചായയൊക്കെ റെഡിയാക്കി അടിപൊളിയാക്കി വെച്ചു കേട്ടോ. ചായ മുട്ട ഇടുന്നേ. തോടന്നത് വീടല്ലേ, തന്നെ ചെയ്തൊക്കെ പഠിക്കണമല്ലോ. നല്ല നമുക്കൊരു അല്ലേ, അന്നേരം പെട്ടെന്ന് പറയത്തില്ല അപ്പൊ അതുണ്ടാക്കി തരണം ഇതുണ്ടാക്കി തരണം എന്ന് പറയത്തില്ല. അതോടെ പൊട്ടിച്ചു കഴിയും. എന്നിട്ട് എന്നോട് മിക്സ് വെള്ളം ഒഴിക്കണം. അതോടെ മിക്സ് അത് ഒഴിക്കേ. ഇത് വേണമെങ്കിൽ ലാസ്റ്റ് ബ്രെഡ് ഇതിനി ഇളക്കിയിട്ട് എന്താ പരിപാടി? ഇതിനുള്ളിൽ റസ്ക് വെള്ളം ഒഴിക്കണം. എൻ്റെ ഡൗട്ട്, ഈ രണ്ടാമത്തെ മുട്ട പൊട്ടിച്ച് ഒഴിക്കണം അതോ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് കലക്കി ഇങ്ങനെ മുക്കി മുക്കി എടുക്കത്തില്ലേ? വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. എന്ത് ചൂടുവെള്ളം അത് എടുക്കുന്നേ? പിന്നെ നോർമൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തോ? യെസ്, അത് ഒത്തിരി അങ്ങോട്ട് ഒഴിക്കരുത്. ഒരു നമ്മൾ ഈ എന്താ പറയാ,
ഉപ്പുമാവൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ടെക്സ്ചർ ഇല്ലേ, ആ ഒരു രീതിയിൽ ഇരിക്കണം, കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതിന് ഇത്ര വെള്ളം മതിയോ ഇച്ചിരി വേണോ? ഇത് മതി ഇതിനും കൂടുതലാകും. ഓക്കെ. നീ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ കിട്ടണം അല്ലേ? ആ ഇത് ഓക്കെയാ, ഇല്ലെങ്കിൽ പിന്നീട് ഇട്ടാൽ കൈ വെച്ച് ഇളക്കട്ടെ. കൈ കൊണ്ട് ഇതൊക്കെ കൈ കൊണ്ട് ഇളക്കിയാലേ ഇതിനെ കറക്റ്റ് ഇത് വരത്തുള്ളൂ. കറക്റ്റ് ആയില്ലേ? ഇച്ചിരി വെള്ളം വേണം. ആയി. ഈ ഒരു ടെക്സ്ചറിൽ ഇരിക്കണം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. നിനക്ക് എന്തൊക്കെ വെജിറ്റബിൾ ഇഷ്ടം? ആ കേക്കട്ടെ. ബീൻസ് ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്യാന്ന്. ഇപ്പം ഞാൻ ക്യാരറ്റ് ഇടാം, തക്കാളി ഇടാം, ഉള്ളി ഇടാം. പിന്നെ എന്തുവാ? ക്യാരറ്റും ഉള്ളിയും തക്കാളിയോ? ആ കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്ന റസ്കിനനുസരിച്ചിരിക്കും ഇത് എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളത്. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അല്ലേ എഞ്ചു ഇട്ടിരുന്നേ? യെസ്. അപ്പം ഞാനാണെങ്കിൽ ഒരു സജഷൻ പറഞ്ഞത് കുറച്ച് ഗരം മസാല കൂടി ഇടാം. നോക്കാൻ ടേസ്റ്റ്. ഇതിനിപ്പോൾ ഒരു ചെറിയ സ്ലൈറ്റ് മധുരമുണ്ട്. അത് ആ ബ്രെഡിൻ്റെ മധുരം ഉണ്ടല്ലോ. ബ്രെഡല്ല, റസ്ക്. ആ സോറി, റസ്ക്. കയ്യിലിടണ്ട. ഒരു 2 നുള്ളു ഗരം മസാല ഇട്ടേക്കണം കേട്ടോ. 1 നുള്ളു എന്താ ഇത് മഞ്ഞപ്പൊടി. നമുക്ക് ആവശ്യത്തിന് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മറ്റേ മുളക് പൊടി. മുളക് പൊടി ഓൾറെഡി ആണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ക്യാരറ്റ്, സവാള അത്ര മതിയാവും തോന്നുന്നു ഇറക്കിയത്. ഓക്കെ. ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് അടുത്ത മുട്ടയാണെങ്കിൽ പൊട്ടിച്ച് ഒഴിച്ചു. അതിനകത്ത് വെക്കാം, അതിനകത്ത് അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. മുട്ടയാണെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കുക അല്ലേ? യെസ്. നമുക്കൊന്ന് മതി. അത്ര മതിയാവും എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഓക്കെ. ഇനിയും വെള്ളം കൂടിപ്പോയോ? നമുക്ക് ഇനി ഇത് കുഞ്ഞ് ഓരോരോ ബോള് അല്ലെങ്കിൽ കട്ട്ലൈറ്റിന്റെ ഷേപ്പ് ആക്കാം വേണമെങ്കിൽ. അത് വേണോ? ഇങ്ങനെ ഞാൻ സഹായിക്കണോ? നോ. സഹായിക്കണ്ട? വേണ്ട. സഹായിക്കണോ? വേണ്ട. വേണ്ട. അടുക്കളയിൽ കയറുമ്പോൾ എപ്പോഴും മുടിയാണെങ്കിൽ കെട്ടി വെക്കണമെന്നാണ് പറയുന്നത്. മുടി കെട്ടി വെച്ച് നേരെ ചൊവ്വ ഇരിക്കത്തില്ല. സൈഡിൽ നിന്നെല്ലാം ഊരി ഊരി വീഴും. ഒന്ന് പഠിച്ചായിരുന്നു അഞ്ചു? അഞ്ചുവിൻ്റെയൊക്കെ വെക്കേഷൻ ആണെങ്കിൽ കഴിയാൻ പോവുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് എഞ്ചു എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പകുതി കഴിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിച്ചു കഴിഞ്ഞോ ചോദിക്കുമായിരുന്നു. നമുക്കിഷ്ടമുള്ള സൈസിലുള്ള ഷേപ്പും സൈസും ഒക്കെ ആക്കാം. കാരണം എഞ്ചുനാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കിട്ടിയാൽ മതി എന്നുള്ള കുക്ക്. ഞാൻ 2024 എന്താ ഗ്യാസ് ഒക്കെ പേടിയില്ലാതെ കത്തിച്ചത്, തീപ്പെട്ടി കത്തിച്ചതും. എനിക്ക് തീപ്പെട്ടി അങ്ങനെ തീരെ അങ്ങനെ എല്ലാം പേടിയാണ്. അതുകൊണ്ട് ഞാൻ തീപ്പെട്ടി കത്തിക്കാൻ പഠിച്ചതും ഒക്കെ ഇതാണ്. 2025 ഫുഡ് ഉണ്ടാകും. അതെ, ഗുഡ് ഗേൾ. 2024 നീ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയില്ലേ? നല്ലായിരുന്നു. ഓംപ്ലേറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. അന്ന് നമ്മളൊരു പ്രാവശ്യം ആണെങ്കിൽ പിന്നെ ഓംപ്ലേറ്റും കട്ടൻ കാപ്പിയൊക്കെ ഒന്ന് വൈകിട്ട് അടിപൊളിയായിരുന്നല്ലോ. അന്ന് ഉപ്പൊന്നും കൂടിയിട്ടില്ലായിരുന്നല്ലോ. സൂപ്പറായിരുന്നു. വെള്ളം കൂടിയതാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അതങ്ങനെ അത് ആ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാ അതിൻ്റെ ഇഞ്ചുവിൻ്റെ കൈ അതാടി അങ്ങനല്ല ഇഞ്ചു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നിൻ്റെ കൈ എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കണം, എന്നാലേ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇനി ആ കൈ കഴുകുക. ഞാൻ കൈ കഴുകി. എഞ്ചുവിനാണെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ട് ജോലി ചെയ്യുന്നതിന് വലിയ താല്പര്യമില്ലെന്നല്ലേ? എപ്പോഴും ഈ കൈ കഴുകിപ്പീര് ഇത്
എത്ര 1 2 3 4 5 6 7. ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടുണ്ട്. വേറെ ഒന്നും കരിയാപ്പില്ല. ലാസ്റ്റ് ആണ് കരിയാപ്പല്ല. എല്ലാത്തിലും വേണമെങ്കിൽ ഓരോന്നോരോന്ന് ഇത് വെച്ചു. എഞ്ചു ആണെങ്കിൽ കരിയാപ്പിലല്ലേ ഇതിലിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അതിലെടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടുന്ന ഇത് ആർക്കാണോ കിട്ടുന്ന അവർക്ക് കൂടുതൽ കരിയാപ്പില കിട്ടും. ആവേശം പിടിച്ച് പിന്നെ എല്ലാം റെഡി ആക്കിക്കോളാന്ന് പറഞ്ഞിട്ട് മടുത്ത് എഞ്ചു. സത്യം നെഞ്ചുവിൻ്റെ ഓരോരായിട്ടുള്ള സ്നാക്സ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചു എവിടെ വരെയായി? ഉരുട്ടി വെച്ചു. ചെറിയ പേടിയുണ്ട്. അല്ല അവിടെ ഇത് കത്തിക്കണം, ഓണാക്കി തരാം. അപ്പോൾ how much do I need for this? ഉണ്ടാക്കാൻ എനിക്ക് എത്ര എണ്ണ വേണ്ടി വരും? കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടാക്കാം. എത്ര മതിയോ? ആണെങ്കിൽ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി വെള്ളം കൂടുതലാ? യെസ്. വേറെ ഒരെണ്ണമായിട്ട് മിക്സ് ചെയ്താലോ? വേണ്ട, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് നോക്കട്ടെ. ഇതെങ്ങനെ ഇങ്ങനെ വെക്കണോ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? യെസ്. അത് കാണിച്ചാണ് ഈ പണി മമ്മിയാണ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് പേടിയുണ്ട്. നീ പേടിക്കുന്നു? അത് ഞാൻ ഒരെണ്ണം ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പാക്കി വെച്ചിരിപ്പുണ്ടല്ലോ, അതെല്ലാം നമ്മൾ മുട്ടയിലാണെങ്കിൽ ഒന്ന് മുക്കി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഈ മുട്ടയിൽ നമ്മൾ മുട്ട ഇങ്ങനെ മുക്കി പൊരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. എണ്ണയൊന്നും അധികമാണെങ്കിൽ എണ്ണ അധികം നല്ല എണ്ണ അങ്ങനെ പിടിക്കാറില്ല. എണ്ണ പിടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ബട്ടർ പേപ്പറിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ മാറിക്കിട്ടും. അപ്പം ഒരു സൈഡാണെങ്കിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിട്ടതാണ്. ലോ ഫ്ലെയിമിലായിട്ടേക്കുന്നത് കേട്ടോ. നന്നായിട്ട് അത് വെള്ളം പിടിച്ചേക്കാം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മുട്ട ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ആണെങ്കിൽ ഒരു റസ്കിൻ്റെ പൊടിയാണെങ്കിൽ വെച്ചിട്ട് അതിലൊന്ന് മുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി ഗോൾഡ് അല്ല ബ്രൗണിഷ് ക്രിപ്പി കേബിൾ പറയുന്ന ക്രിപ്പി ദോശ. എൻ്റെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പകുതി ഞാനാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണ് അമ്മയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാഞ്ഞത്. പക്ഷേ ഈ പണി എനിക്ക് കുറച്ച് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. എന്നാലും മിക്സ് ഐഡിയ എല്ലാം എൻ്റെ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കിയ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതാണെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ഇടാനുള്ളതുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഇട്ടേക്കാണ്. അധികം താമസമൊന്നുമില്ല. പിന്നെ ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ. കാരണം ക്യാരറ്റും സവാളയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയെന്ന് പറഞ്ഞാലേ
എടുത്ത് വെച്ച് എഴുതി. എൻ്റെ മുകളിൽ വീണ്ടും ഇത് ഇതും ഇതും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് വീണ്ടും അപ്പോൾ ഇതാണ് ഏഞ്ചൽ റെഡിയാക്കിയ സ്നാക്സ്. ടേസ്റ്റ് ചെയ്തിട്ട് പിന്നീട് അഭിപ്രായം പറയാം. ചായ കുടിച്ചിട്ട് പപ്പ വരാനുണ്ട് സമയമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സൺഫ്ലവർ പോലെ ഞങ്ങൾ ചെയ്തെടുത്തു. എങ്ങനെയുണ്ട് ഏഞ്ചുവിൻ്റെ കട്ട്ലേറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടോ. അടിപൊളിയാ. സൂപ്പറായിട്ടുണ്ടല്ലേ? സൂപ്പറാ. നല്ല രസമുണ്ട്. അപ്പോൾ ഇഞ്ചിന് പ്രത്യേകം നന്ദി കേട്ടോ. എനിക്ക് നാളെ മുട്ടായി വാങ്ങിച്ചാൽ അടിപൊളിയാ. നല്ല കേട്ടോ.